എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വിജയലക്ഷ്മിക്ക് ഗീതു ആ റെസിപ്പിയൊക്കെ അയച്ചു കൊടുക്കണം. കാരണം തമിഴിലുള്ള റെസിപ്പിയാണ്. തമിഴ് വായിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് വെജിറ്റബിൾ ഓംലെറ്റിന്റെ റെസിപ്പിയൊക്കെ കുറച്ച് അയച്ചു കൊടുക്കുകയാണ്. പിന്നീട് വിജയലക്ഷ്മിക്കോട് പറഞ്ഞു, അതെ അതെന്താണെന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം, ഞങ്ങൾക്ക് വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കാനാന്ന് പറയണം. പിന്നീട് വിജയലക്ഷ്മി അത് വായിക്കുകയാണ്. വിജയലക്ഷ്മി വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് ഏകദേശം രൂപ കിട്ടി. അതിനകത്ത് വെളുത്തുള്ളി, തക്കാളി, അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കൊള്ളാം, സൂപ്പർ ആയിരിക്കും വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. മണിയായരുടെ കടയിലല്ലേ, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നീട് വിജയലക്ഷ്മി എന്ത് ചെയ്യണം, ഗീതനെ വിളിച്ചിട്ട് അതിന്റെ പേരുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൽ പരം ഒരു സന്തോഷം ഗീതനില്ലായിരുന്നു. വിജയലക്ഷ്മി വെച്ചു, അല്ല ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കാം. അതൊക്കെ ഞങ്ങള് പെണ്ണുങ്ങൾ ഉണ്ടായിക്കോളാന്ന് പറയണം. അത് അതെ, ഒരു കാര്യം ചെയ്യാ, കാഞ്ചനയോട് പറഞ്ഞാൽ പോരെ, കാഞ്ചന ഉണ്ടാക്കി തരില്ലെന്ന് ചോദിക്കാം. വേണ്ട, കാഞ്ചനക്കെ കൊണ്ട് ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുള്ളെന്ന് പറയണം. എന്നാ ശരി, ആയിക്കോട്ടെ എന്ന് പറയണം. പിന്നീട് ഗീത അടുക്കളയിലേക്ക് വന്നപ്പോ കാഞ്ചന ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാഞ്ചനയോട് ചോദിച്ചു, കാഞ്ചനക്ക മാവൊക്കെ ഇരിപ്പുണ്ടോന്ന് ചോദിക്കാം. മാവൊക്കെ ഉണ്ടെന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യാം, മാവൊക്കെ എടുത്തു വെച്ചോളാൻ പറയണം. അപ്പം ഇത് വെജിറ്റബിൾ ഓംലേറ്റോ അത് ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറയണ. കാഞ്ചനയ്ക്ക് ഉണ്ടാക്കണ്ടെന്ന് പറയാം. ഓ അങ്ങനെയാണോ? കാഞ്ചനയ്ക്ക് ഇതിൽ ഒരു സന്തോഷമില്ല. കാരണം ഇനിയിപ്പം തനിക്കാണോ ഉണ്ടാക്കാനോ അറിയത്തില്ല, ഉണ്ടാക്കാൻ ശരിയായില്ലെങ്കിൽ പിന്നെ അത് മതി. അതിനേക്കാൾ ഉപരി ഇവറ്റകൾ ഉണ്ടാക്കുവാണെങ്കിൽ തനിക്ക് പണിയെളുപ്പമുണ്ടല്ലോ. അതുകൊണ്ടാണ് ആ പേര് പോലും വായിച്ചു കൊടുക്കാതിരുന്നത്. പിന്നീട് കാഞ്ചന തന്നെ ജോലി തുടരുവാണ്. ഈ സമയത്ത് രഞ്ജു വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാ വെജിറ്റബിൾ ഓംലെറ്റിന്റെ റെസിപ്പിയൊക്കെ കിട്ടിയോന്ന് ചോദിക്കാം. അതൊക്കെ എപ്പോഴേ കിട്ടി, ഇനി പേടിക്കണ്ട, നമുക്ക് ഉണ്ടാക്കി കഴിക്കാന്ന് പറയണം. പിന്നീട് അവര് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. ആ സമയത്താണ് കാഞ്ചന അങ്ങോട്ട് വരുന്നത്. ആ സമയത്താണ് അങ്ങോട്ട് രാധിക അങ്ങോട്ട് വരുന്നത്. രാധിക വന്നിട്ട് കാഞ്ചനയെ വിളിക്കുകയാണ്. കാഞ്ചനയെ അങ്ങോട്ട് ചെല്ലാൻ പറയണം. പിന്നീട് കാഞ്ചന പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുമാര് വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുക. വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കി അവളുമാർക്ക് കിട്ടല്ലെന്ന് പറയണം. അല്ല അത് പിന്നെ മാമി എന്താ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കും. അല്ല അത് ഗീതപ്പാപ്പ ഉണ്ടാക്കണ്ട, നീ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായല്ലോ. നീ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം. അവസാനം മാവ് തീർന്നു വേണം, അവൾമാർക്ക് കിട്ടല്ലെന്ന് പറയണം. ഇത് മറഞ്ഞു എന്ന് രഞ്ജു കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യം. അന്നെങ്കിൽ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. രഞ്ജു നേരെ എന്ത് ചെയ്യുവാണ്, ഗീതുവിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ഗീതുവിന്റെ അടുത്ത് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് പണി കൊടുക്കാലോ. ഉറപ്പായിട്ട് പണി കൊടുത്തിട്ട് തന്നെ കാര്യം. കണ്ടോ, വെജിറ്റബിൾ ഓംലെറ്റ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ പറയുന്ന എല്ലാവർക്കും ഞാൻ വിഷം കലക്കി കൊടുക്കുമെന്ന് പറയണം. ആ സമയത്ത് വരുൺ അങ്ങോട്ട് വന്നു. വരും കേട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, വെജിറ്റബിൾ ഓംലെറ്റ് അവൾമാർക്ക് കിട്ടിയില്ല, വിഷം കലക്കുന്നു. ഓഹോ, അങ്ങനെയാണിത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഒരു പണി കൊടുക്കണമല്ലോ. പെട്ടെന്ന് വരുണ്ട മനസ്സിലേക്ക് വന്നേ, മുമ്പ് ഗീതന്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഒരു പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു വരണം. അപ്പൊ ആ പൊടിയുടെ ഒരു കവറും കൂടെ ബാലൻസ് ഉണ്ട്. ഇത് അവിടന്മാർക്കുള്ള വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന മാവിനകത്ത് കലക്കി വെക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയോ. മൂന്നെണ്ണത്തിന്റെ വയറ്റിൽ ഓരോ കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് തനിക്ക് സാധിക്കും എന്നൊക്കെ കരുതിയിട്ട് വരൺ എന്ത് ചെയ്യണം, ആ പൊടിയൊക്കെ എടുക്കുവാണ്. ഈ സമയം ഗീതുവും രഞ്ജുവും അങ്ങനെ അടുക്കളയിലേക്ക് വരുവാണ്. അപ്പൊ കാഞ്ചന അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കാഞ്ചന പറഞ്ഞു, അതെ വെജിറ്റബിൾ ഓംലെറ്റിന്റെ മാവ് എന്തേന്ന് ചോദിക്കുക. ഇവിടെയുണ്ട്, ഇങ്ങോട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാം. അയ്യോ അത് പിന്നെ ഗീതുപ്പാപ്പ ഞാൻ ഉണ്ടാക്കിക്കോളാം. വേണ്ട, ഞാൻ ഉണ്ടാക്കാം, ഞങ്ങൾക്കുള്ളല്ലേ, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ്, ഗീതു ഉണ്ടാക്കുവാണ്. ഗീതു ഉണ്ടാക്കിയിട്ട് അവർക്കെല്ലാവർക്കും കൊടുക്കണം. അവർക്കെല്ലാവർക്കും ഗീതു എടുത്തു, രഞ്ജുവിനും രേഖയ്ക്കും കൊടുക്കണം. നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവരിത് കഴിക്കുവാണ്. ഈ സമയം ഇതൊന്നും വരുൺ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് കഴിച്ചിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും കാഞ്ചന ഓർത്തെ, അയ്യോ രാധികാമ്മി ചോദിക്കും വെജിറ്റബിൾ ഓംലെറ്റിനെ കുറിച്ച്, ഇനിയിപ്പോ എന്ത് ചെയ്യും, കുറച്ച് മാവ് ഇരിപ്പുണ്ട്, അത് വെച്ച് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മിക്കവാറും തനിക്കിട്ടുള്ള പണി കിട്ടും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, കാഞ്ചന മാവഴവെടുത്ത് വെക്കണം. മാവെടുത്ത് വെച്ചിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി. ഈ സമയത്താണ് വരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ വരുണിന്റെ വിചാരം എന്താ, വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നുള്ളൂ എന്ന് കരുതിയിട്ട് വരുൺ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മാവെടുത്ത് വെച്ചിട്ടുണ്ട്. ആഹാ കൊള്ളാം, ഇതിനകത്തേക്ക് അങ്ങോട്ട് കലക്കാം. ഇത് അവൾമാര് കഴിച്ചു കഴിയുമ്പോഴത്തേനും വയറ്റിലുള്ള കുഞ്ഞെല്ലാം പോയിക്കോളും. ഇനി താനെ ഫുഡ് കഴിക്കാൻ വരായിരുന്നാ മതി. ഫുഡ് കഴിക്കാൻ വന്നാലേ പ്രശ്നമാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് അവൾമാരല്ല കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് കരുതിയിട്ട് അതിനകത്തേക്ക് ആ പൊടി അങ്ങോട്ട് കലക്കുവാണ്. പൊടി കലക്കിയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം കാഞ്ചന ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കാഞ്ചന എന്ത് ചെയ്യുവാണ്, വന്നിട്ട് പൊടിയൊക്കെ എടുത്തു വെച്ച് ടേസ്റ്റ് ഒക്കെ നോക്കി, കുഴപ്പമില്ല. അങ്ങനെ വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പൊ അതിന്റെ ആ സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാഞ്ചനയ്ക്ക് കൊതിമൂത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്.
സഹിക്കാൻ പറ്റുന്നില്ല. കാഞ്ചന ആദ്യം ഇച്ചിരി അടുത്ത് കഴിച്ചു നോക്കി. അപ്പോഴേക്കും രാധികാമ്മ അങ്ങോട്ട് വന്നു. രാധികാമ്മ വന്നിട്ട് ചോദിച്ചു, എന്തായി കാഞ്ചന കാര്യങ്ങള്? ഇതേ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ മാമി ഇപ്പൊ തന്നെ തരാന്ന് പറയാണ്. പിന്നീട് രാധിക അവിടെ കഴിക്കാനായിട്ടിരിക്കുവാണ്. ഈ സമയം കാഞ്ചന ഉണ്ടാക്കിയിട്ട് കൊണ്ടായി കൊടുക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അവളുമാർക്ക് ഇത്തിരി പോലും കൊടുക്കല്ലെന്ന് പറയണം. ഇത് കേട്ടെന്ന് കാഞ്ചന പറഞ്ഞു, ഇല്ല മാമി കൊടുക്കുന്നില്ല എന്ന് പറയാണ്. ബാക്കിയുണ്ട നീ കഴിച്ചോളാൻ പറയണം, ഒറ്റ ഓണത്തിനും കൊടുക്കണ്ടെന്ന് പറയണം. കാഞ്ചന പറഞ്ഞു, ശരി മാമി എന്ന് പറയണം. അങ്ങനെ രാധയ്ക്കും കൊടുത്തു. കാഞ്ചന അങ്ങോട്ട് തകൃതിയായിട്ട് അങ്ങോട്ട് കഴിക്കുവാണ് അവിടെ ഇരുന്നിട്ട്. കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും വയറിനകത്ത് ആകെപ്പാടെ പ്രശ്നം. മുമ്പ് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായതാണ്. രാധയ്ക്ക് ആകെപ്പാടെ സംശയം, വെജിറ്റബിൾ ഓംലെറ്റ് ഇനിയിപ്പോ വയറ്റി പിടിച്ചില്ലേ, അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്താന്ന് മനസ്സിലായില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഛർദ്ദിക്കാൻ വരുവാണോ വയറുവേനയാണോ എന്താന്ന് അറിയത്തില്ല. അതുപോലെ അതേ അവസ്ഥ തന്നെയായിരുന്നു കാഞ്ചനയ്ക്കും. ചക്കന് വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വരും ചോദിച്ചു, എന്താ മേനിക്കുക, എന്താന്ന് അറിയത്തില്ലടാ, വയറിനകത്ത് വല്ലാത്തൊരു വിഷമാന്ന് പറയണം. പിന്നീട് രാധികാമ്മ ആകെപ്പാടെ വെപ്രാളപ്പെടാൻ തുടങ്ങി. ആ സമയം വരുന്നൊരു സംശയം, ഇനിയിപ്പം താൻ കലക്കി വെച്ച അത് അമ്മ എങ്ങാനും കഴിച്ചിട്ടുണ്ടാക്കുക വെജിറ്റബിൾ ഓംലെറ്റ്. അല്ല അമ്മ എന്താ പ്രത്യേകിച്ച് കഴിച്ചെന്ന് ചോദിക്കുക. എടാ ഒന്നും കഴിച്ചില്ല, വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കാഞ്ചന, അത് കഴിച്ചെന്ന് പറയണേ. അമ്മ അത് കഴിച്ചോന്ന് ചോദിക്കും. അത് കഴിച്ചു, എന്താ കുഴപ്പമെന്ന് ചോദിക്കണേ. ഒന്നുമില്ല, ഇനിയിപ്പൊ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഖയുടെ വയറ്റിനെ കിടക്കുന്ന കുഞ്ഞിനെ കൂടെ താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ അമ്മ തന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കിവിടും. അതൊരു കാരണവശാലും പാടില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ബുദ്ധി എന്ന് കരുതിയിട്ട് വരുന്ന അക്ഷരം പോലും മിണ്ടിയില്ല. ആ സമയം കാഞ്ചന രാധികാൻ കിടന്ന് പെടാപ്പാട് വിടുവാണ്. അങ്ങനെ അവസാനം രണ്ടിനായിട്ട് നല്ല 8ന്റെ പണി കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ. അതോടൊപ്പം തന്നെ ഇനിയിപ്പം അധികം വൈകാതെ തന്നെ ഗോവിന്ദ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. ഭദ്രന്റെ തിരോധാനം, ഭദ്രനെ ആരാ ഇല്ലാതാക്കിയെന്നുള്ള സത്യം പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഭദ്രനെ കൊന്നാണോ അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഭദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവസാനം അവര് എത്തിച്ചേരുവാണ്. ഭദ്രൻ മരിച്ചെന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരുവാണ്. മുമ്പ് ആ വെമ്പാവിന്റെ മുക്കിലെ വീട്ടിൽ നിന്ന് ആ ബ്ലഡിന് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിനോദിന്റെ ബ്ലഡിന് സാമ്പിളും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാച്ചാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർക്കും ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി ഭദ്രൻ മരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നീട് അന്വേഷണം നീണ്ടു പോവാണ്. അങ്ങനെ അന്വേഷിച്ച് വന്നു കഴിയുമ്പോഴത്തേനും രാധികാമ്മയുടെ വരന്റെ അടുത്തേക്ക് എത്തുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കൂടെ കാണുന്നുണ്ട് കേട്ടോ. അധികം വൈകാതെ തന്നെ രണ്ടെണ്ണത്തിന്റെ കള്ളത്തരം പൊളിച്ചെടുക്കും ഗോവിന്ദ്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.